അഭിവാദയെ ഇന്ന് അക്ഷരങ്ങളുടെ ഉച്ചാരണത്തെക്കുറിച്ചാണ് ആദ്യം പറയാൻ പോകുന്നത്. എങ്ങനെ ഉച്ചരിക്കണമെന്ന് ഇന്ത്യൻ ഭാഷകളിൽ പൊതുവായിട്ട് തന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണെങ്കിലും ഞാനൊന്ന് പറയുകയാണ്. വൈദിക സംസ്കൃതം എങ്ങനെ ഉച്ചരിക്കണം, അതിൻ്റെ അക്ഷരങ്ങൾ എങ്ങനെ ഉച്ചരിക്കണം എന്നത്. കുഹ വിസർജനീയാനാം കണ്ഠ, ഇച്ഛുയശാനാം താലു, ഋട്ടുരക്ഷാണാം ഊർധ്വ, ഋത്തുലസാനാം ദന്ത, ഉപൂപത്മാനീയാനാം ഓഷ്ടോ, ஞணനമാനാം നാസികാച്ച, ഏതൈതോ കണ്ഠതാലു, ഓതൗതോ കണ്ഠോഷ്ടം, വകാരസ്യ ദന്തോഷ്ടം, ജിഹ്വാമൂലീയസ്യ ജിഹ്വാമൂലീയം, നാസികാനുസ്വാരസ്യ ഇതി സ്ഥാനാനി. ഇങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് പറയുന്നത്. അകുഹ വിസർജനീയാനാം കണ്ഠ, ആ, കവർഗം, ഹ, ഇവയൊക്കെ കണ്ഠത്തിൽ നിന്ന് ഉച്ചരിക്കണം. കണ്ഠ്യം എന്ന് പറയും അവയെ. ഈ ചവർഗം, യാ, ശ, ഇവയൊക്കെ താലവ്യമാണ്. എണ്ണാക്കിൽ തൊടുമ്പോൾ ഉച്ചരിക്കുന്നതായ അക്ഷരങ്ങളാണ്. മൂർധാവില് എണ്ണാക്കിലത്ത് തന്നെ നടുവിലേക്ക് കുറച്ചുകൂടെ എണ്ണാക്കിൽ നിന്നും പിന്നിലേക്ക് വരുമ്പോഴാണ് മൂർധാവ്. അവിടെ നാവ് തൊടുമ്പോഴാണ് ഋട്ടുരഷാണാം. ഋകാരം ഋ, കവർഗം രാ, ഷ മുതലായ അക്ഷരങ്ങളെ. ലത്തുലസാനം ദന്ത, ല് എന്നുള്ള സ്വരം, തവർഗം, ല, സ, ഇവയൊക്കെ ദന്തം കൊണ്ടാണ് ഉച്ചരിക്കേണ്ടത്. പല്ലിനെ തൊടുമ്പോഴാണ് അത് ഉച്ചരിക്കപ്പെടുന്നത്. ഉപൂപത്മാനിയാനാം ഓഷ്ടോ, ഓഷ്ട്യം എന്ന അക്ഷരങ്ങളാണ് അടുത്തത്. ഉ, പവർഗം, വ, ഈ അക്ഷരങ്ങളൊക്കെയാണ്. അതുപോലെ ഇല്ല, ഐ എന്നുള്ളത് കണ്ഠ്യതാലവ്യമാണ്. ഓ, ഔ എന്നുള്ളത് കണ്ഠ്യോഷ്ട്യം അല്ലെങ്കിൽ കണ്ഠോഷ്ട്യമാണ്. ഈ രീതിയിലാണ് ഉച്ചരിക്കേണ്ടത്. ങ, ഞ, ണ, ന, മ ഇവ മൂക്കിൻ്റെ കൂടെ, നാസികയുടെ കൂടെ ബന്ധം വരുമ്പോഴാണ് ഉച്ചരിക്കപ്പെടുന്നത്. ഇങ്ങനെയാണ് ഓരോന്നും ഉച്ചരിക്കേണ്ടത്. ഈ വ്യഞ്ജനാക്ഷരങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഓരോന്നും അതിൻ്റെ കൃത്യമായ സ്വരത്തിൽ, മാത്രയിലൊക്കെ ഉച്ചരിക്കേണ്ടതാണ്. ഹ്രസ്വം എന്ന് പറയുമ്പോൾ ആ എന്നുള്ള ഹ്രസ്വമാണ്, ആ എന്നുള്ളത് ദീർഘമാണ്. അത് വേദം ചൊല്ലുമ്പോഴൊക്കെയാണ് അത് കുറച്ച് നീണ്ട് പ്ലൂതമൊക്കെ ആവുക. 2 മാത്രയാണ് ദീർഘം എന്ന് പറയുന്നത്, 1 മാത്ര ഹ്രസ്വം. അതുപോലെ ക, ഖ, ഗ, ഘ, ങ, ച, ഛ, ജ, ഝ, ഞ, ട, ഠ, ഡ, ഢ, ണ, ത, ഥ, ദ, ധ, ന, പ, ഫ, ബ, ഭ, മ ഈ രീതിയിൽ ഉച്ചരിക്കണം. യ, ര, ല, വ, ശ, ഷ, സ, ഹ, ള ഈ രീതിയിൽ വേണം അക്ഷരങ്ങൾ ഉച്ചരിക്കേണ്ടത്. കൃത്യമായ ഉച്ചാരണത്തോടു കൂടി വേണം സംസ്കൃതം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ്. ഇതാണ് ഉച്ചാരണത്തെക്കുറിച്ച് വളരെ ചുരുക്കിയിട്ട് ഇവിടെ പറയാൻ ഞാൻ ഉദ്ദേശിച്ചത്. ഇതിനടുത്തത് ദേവവാണി എന്നുള്ള പ്രയോഗം. ദേവവാണി എന്ന് പറയുമ്പോൾ ദേവന്മാരുടെ വാണിയല്ലേ, പിന്നെന്തിനാണ് മനുഷ്യൻ പ്രയോഗിക്കേണ്ടത് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവാം. ദൈവത്തിൽ വിശ്വസിക്കുകയാണെങ്കിലും മനുഷ്യൻ ഉപയോഗിക്കേണ്ടതല്ലല്ലോ എന്ന് പറഞ്ഞ് മാറി ചിന്തിക്കുന്നവരൊക്കെ ഉണ്ടാകും. അങ്ങനെയല്ല. ഇപ്പോൾ 2 അർത്ഥമുണ്ട്. കേച്ചതേ ദേവാ, അത് ദേവന്മാർ സംസാരിക്കുന്ന ഭാഷ എന്നുള്ള അർത്ഥവും ഉണ്ട്. ദേവാ വൈ വിദ്വാംസ എന്നും പറയുന്നുണ്ട്. ഇത് ദേവന്മാർ എന്നുള്ളത് കൊണ്ട് പണ്ഡിതന്മാർ, അറിവുള്ളവർ സംസാരിക്കുന്ന, അറിവുള്ളവർ ഉച്ചരിക്കുന്നതായിട്ടുള്ള ഭാഷയാണെന്നും പറയുന്നുണ്ട്. അങ്ങനെ ഈ അറിവുള്ളവർ എന്നുള്ള അർത്ഥത്തിൽ കൂടുതൽ പണ്ഡിതന്മാർ പാണ്ഡിത്യ പ്രകർഷത്തോടു കൂടിയിട്ട് വന്നതുകൊണ്ട് സംസ്കൃതം ജനങ്ങളിൽ നിന്ന് അകന്നു പോകേണ്ടി വന്നു. പിന്നീട് പ്രാകൃതം അതിൻ്റെ സ്ഥാനം ഏറ്റെടുത്തു, പിന്നെ പാലി ഏറ്റെടുത്തു,
പിന്നീട് അപഭ്രംശം ഏറ്റെടുത്തു. അപ്പോൾ തെക്കേ ഇന്ത്യയിലൊക്കെ ആകുമ്പോൾ കൊടുന്തമിഴും ചെന്തമിഴും കളയെ കന്നഡയൊക്കെ അതിൻ്റെ സ്ഥാനങ്ങളിൽ വന്നു. അപ്പോൾ സംസ്കൃതം നന്നായി ഉപയോഗിക്കുന്നുണ്ടെങ്കിലും സംസ്കൃതത്തിൻ്റെ പ്രയോഗത്തെക്കാളും സാധാരണക്കാർ ആഗ്രഹിച്ചത് മറ്റു ഭാഷകളുടെ പ്രയോഗമായിട്ട് മാറുകയായിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിലും ഒട്ടേറെ കൃതികൾ ആ കാലഘട്ടത്തിൽ മലയാള സാഹിത്യ ചരിത്രം, കേരള സാഹിത്യ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ മഹാകവി ഉള്ളൂർ അന്നു മുതലുണ്ടായ കൃതികൾ, മലയാളത്തിൽ ആദ്യം മുതലുണ്ടായ കൃതികൾ, ഇന്ന് വരെ ഉണ്ടായിരുന്ന കൃതികൾ എത്രയാണോ അതിനേക്കാളും കേരള സംസ്കൃത സാഹിത്യ ചരിത്രത്തിൽ വടക്കുംകൂർ അതിനേക്കാളും കവികളെക്കുറിച്ച്, സാഹിത്യകാരന്മാരെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ മലയാളത്തിലുണ്ടായിരുന്നതിനേക്കാളും കൃതികൾ കേരളത്തിൽ സംസ്കൃതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഓരോ സംസ്ഥാനം എടുത്തു കഴിഞ്ഞാൽ കർണാടകത്തിലായാലും തെലുങ്കിലായാലും തമിഴിൽ കൂടുതലല്ലെങ്കിലും തമിഴിലും ഒട്ടേറെ സംസ്കൃത കൃതികൾ ഉണ്ടായിട്ടുണ്ട്. കാശ്മീരിലൊക്കെ നോക്കുമ്പോൾ കാശ്മീരിയേക്കാളും എത്രയോ കൂടുതൽ സംസ്കൃത കൃതികളാണ് ഉണ്ടായിട്ടുള്ളത്. രാജതരംഗിണി മുതലായിട്ടുള്ള കൃതികൾ, അഭിനവഗുപ്തന്റെ കൃതികൾ ഒക്കെ. അപ്പോൾ അത് സംസ്കൃതത്തിൽ ആ സമയത്തുള്ള പ്രാചീന ഭാഷകൾ, തമിഴ് ജനങ്ങളിൽ നിന്ന് അകന്നുപോയില്ല, മാൻഡറിൻ അകന്നുപോയില്ല, ലാറ്റിനും ഹീബ്രുവും ഒന്ന് അകന്നുപോയി. ചില ഭാഷകളൊക്കെ ജനങ്ങളിൽ നിന്ന് അകന്നുപോയി, സംസ്കൃതവും അങ്ങനെ അകന്നുപോയി. എന്നിട്ട് മൃതഭാഷയെന്നൊക്കെ ആൾക്കാർ പിൽക്കാലത്ത് ചരിത്രകാരന്മാർ പറയാൻ തുടങ്ങി. മൃതഭാഷയെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ഓരോ ഉപയോഗത്തിലും സംസ്കൃതമില്ലാത്ത പദപ്രയോഗങ്ങളോ ഭാഷാപ്രയോഗങ്ങളോ ഇന്ത്യയിലെ ഒരു ഭാഷയിലും ഇല്ലെന്ന് പറയണം. അത് ഇന്ത്യക്ക് പുറത്തും ഒട്ടേറെ ഭാഷകളിൽ, അതൊക്കെ പിന്നീട് പറയുന്നതായിരിക്കും, ഒട്ടേറെ ഭാഷകളിൽ സംസ്കൃതത്തിൻ്റെ സ്വാധീനം കാണാൻ കഴിയും. അപ്പോൾ പിന്നീടും എത്രയോ കാലഘട്ടങ്ങൾ വരും. നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്ന കാലവും ബ്രിട്ടീഷുകാരുള്ള കാലഘട്ടങ്ങളിൽ പോലും സംസ്കൃതമായിരുന്നു രാജഭാഷ, ഭരണഭാഷയായിരുന്നത് സംസ്കൃതമായിരുന്നു. നമുക്ക് പേരുകേട്ട ഐകമത്യ സൂക്തം ആ കാലഘട്ടത്തിൽ എല്ലാ ഗുരുകുലങ്ങളിലും ദേശഭക്തി ഗാനമായിട്ട്, ദേശീയ ഗാനമായിട്ടും ദേശഭക്തി ഗാനമായിട്ടൊക്കെ ചൊല്ലിയിരുന്നത് സംസമിദ്യോസേ വൃഷന്നഗ്നേ തൊട്ട് സമാനോ മന്ത്ര സമിതി സമാനീ സമാനം, അങ്ങനെ അതിൽ സമാന വസ്തു ഓമനോ യഥാവസ്തു സഹാസതി എന്നവസാനിക്കുന്ന ഐകമത്യ സൂക്തം അതായിരുന്നു ദേശീയ ഗാനമായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഇന്ന് ഭാരതം എന്നുള്ള സങ്കല്പം പൂർണ്ണമായിട്ടും ഉണ്ടായിരുന്നു. സംസ്കൃതത്തിൻ്റെ ഉപയോഗവും വളരെ കൂടുതലായിട്ട് ഉണ്ടായിരുന്നു. അപ്പം വൈദിക സംസ്കൃതത്തിൽ നിന്നകന്ന് ലൗകിക സംസ്കൃതമായിരുന്നു, ക്ലാസിക്കൽ സാൻസ്ക്രിറ്റ് ആയിരുന്നു കൂടുതൽ എല്ലാറ്റിനും ഉപയോഗിച്ചിരുന്നത്. ഇപ്പം ലൗകിക സംസ്കൃതവും വൈദിക സംസ്കൃതവും തമ്മിൽ വളരെയധികം വ്യത്യാസങ്ങളുണ്ട്. വ്യത്യാസങ്ങൾ നമ്മൾ സാധാരണ ക്രിയയുടെ കാര്യം പറയുമ്പോൾ ലകാരങ്ങൾ എന്നാ പറയുക, ലകാരങ്ങൾ 10 ലകാരങ്ങൾ. വൈദിക സംസ്കൃതത്തിൽ 10 ലകാരങ്ങൾ ഉപയോഗിക്കും, ലൗകിക സംസ്കൃതത്തിൽ 9 ലകാരങ്ങൾ ഉപയോഗിക്കും. വർത്തമാന കാലഘട്ടത്തിൽ ഈ വർത്തമാനകാലം, ഭൂതകാലം, ഭാവികാലം ഇവ ഉദ്ദേശിച്ച് വർത്തമാനെ ലേഡ് വേദേ ഭൂതേ ലിംഗ് ലുങ്ങിലിടസ്ഥത വിദ്യാശിഷോസ്തു ലിംഗ് ലോട്ടോ, ആ രീതിയിൽ ലകാരങ്ങളുടെ ഉപയോഗം. അത് ലേഡ് വേദേ, ലേഡ് കൂടെ ചേരുമ്പോഴാണ് 10 ലകാരമാവുക, അല്ലെങ്കിൽ അത് 9 ലകാരം. അപ്പൊ ലൗകിക സംസ്കൃതത്തിൽ 9 ലകാരവും വൈദിക സംസ്കൃതത്തിൽ 10 ലകാരവുമാണുള്ളത്. പിന്നീട് സംസ്കൃതത്തിലെ ക്രിയകൾ പഠിക്കുമ്പോൾ അത് ലകാരം എന്താണെന്ന് കൂടുതൽ മനസ്സിലാകും. അപ്പൊ നമ്മൾ പ്രധാനമായിട്ടും അതിൽ ഈ ലൗകിക സംസ്കൃതവും വൈദിക സംസ്കൃതവും തമ്മിലുള്ള വ്യത്യാസം, ഇപ്പോൾ പ്രഥമാ വിഭക്തി, ഒന്നാമത്തെ വിഭക്തി എടുത്തു കഴിഞ്ഞാൽ നിർദ്ദേശിക എന്നൊക്കെയാണ്, നിർദ്ദേശിക എന്നാണ് മലയാളത്തിൽ പറയാറ്, നോമിനേറ്റീവ് കേസ്. അപ്പോൾ അസ് ധാതു അവസാനിക്കുന്ന രീതിയിൽ ദേവാസ എന്ന് പ്രഥമ വിഭക്തി ബഹുവചനം ദേവാസഹ, ആ പദം. അതുപോലെ ദേവാ എന്നും ദേവാസഹ എന്നും ദേവാഹ എന്നും വൈദിക സംസ്കൃതത്തിൽ പ്രയോഗിക്കുമ്പോൾ
ദേവാ എന്ന് മാത്രമാണ് ലൗകിക സംസ്കൃതത്തിൽ പ്രയോഗിക്കുന്നത്. അതുപോലെ തൃതീയ വിഭക്തി ദേവേഭി ദേവൈ എന്ന് പ്രയോഗിക്കുമ്പോൾ ലൗകിക സംസ്കൃതത്തിൽ ദേവൈ എന്ന് മാത്രമാണ് പ്രയോഗം. വിശ്വാനി വിശ്വാഹ അത് പുല്ലിംഗത്തിലും നപുംസകലിംഗത്തിലും പ്രയോഗിക്കുമ്പോൾ വിശ്വാനി എന്ന് മാത്രമാണ് ലൗകിക സംസ്കൃതത്തിൽ പ്രയോഗിക്കുന്നത്. സ്മസി സ്മ എന്ന് രണ്ടും വൈദിക സംസ്കൃതത്തിൽ പ്രയോഗിക്കുമ്പോൾ സ്മാ എന്ന് മാത്രമാണ് ലൗകിക സംസ്കൃതത്തിൽ. ചരാമസ്മി ചരാമ എന്ന് വൈദിക സംസ്കൃതത്തിൽ പ്രയോഗിക്കുമ്പോൾ ചരാമ എന്ന് മാത്രമാണ് ലൗകിക സംസ്കൃതത്തിലെ പ്രയോഗം. ഭവാനി എന്ന് വൈദികത്തിൽ പ്രയോഗിക്കുമ്പോൾ ഭവാനി എന്നാണ് ലൗകിക സംസ്കൃത പ്രയോഗം. ഗന്തുംഗമദ്യൈ എന്ന് വൈദിക സംസ്കൃത പ്രയോഗമാകുമ്പോൾ ഗന്തും എന്ന് മാത്രമാണ് ലൗകിക സംസ്കൃത പ്രയോഗം. ജീവിതും ജീവസേ എന്ന് വൈദികത്തിലും ജീവിതും എന്ന് ലൗകികത്തിൽ പ്രയോഗം. പാതും പാതവൈ എന്ന് പറയുമ്പോൾ പാതും എന്ന് മാത്രമാണ് ലൗകിക സംസ്കൃതത്തിൽ പ്രയോഗം. യക്ഷ എന്നുള്ള പ്രയോഗം വൈദിക സംസ്കൃതത്തിൽ വരുമ്പോൾ ലൗകിക സംസ്കൃതത്തിൽ യക്ഷ എന്നാണ് പ്രയോഗം. അങ്ങനെയാണ്. അതുപോലെ ഉപസർഗം എടുത്തു കഴിഞ്ഞാൽ ലൗകിക സംസ്കൃതത്തിൽ എപ്പോഴും പദത്തിന്റെ മുന്നിലായിട്ടാണ് ഉപസർഗങ്ങളുടെ പ്രയോഗം ഉണ്ടാവുക. വൈദിക സംസ്കൃതത്തിൽ എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാൻ, വേദമന്ത്രങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിലും അത് ഉപയോഗിച്ചിട്ട് കാണാൻ സാധിക്കും. ഉപസർഗേണ ധാത്വർത്ഥോ ബലാദന്യത്ര നീയതേ പ്രഹാര ആഹാര സംഹാര വിഹാര പരിഹാരവത്ത്. പ്രഹാര എന്നുള്ള പദത്തോടുകൂടെ പ്രഹാര എന്നിവന് പ്രഹരിക്കുക, അടിക്കുക എന്നുള്ള അർത്ഥം വരും. ആഹാര ആ ചേരുമ്പോൾ ഭക്ഷിക്കുക എന്നുള്ള ആഹാര എന്നുള്ള അർത്ഥം. സംഹാര എന്ന് പറയുമ്പോൾ സം ചേരുന്നു, അപ്പൊ കൊല്ലുക എന്നുള്ള അർത്ഥം വരും. വിഹാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ചേരുമ്പോൾ കളിക്കുക എന്നുള്ള അർത്ഥം. പരിഹാര പരി ചേരുമ്പോൾ പരിഹരിക്കുക എന്നുള്ള അർത്ഥം വരുന്നു. അങ്ങനെ പൂർവത്തിൽ പദത്തിന്റെ മുന്നേ ആയിട്ട് ഉപസർഗങ്ങൾ ചേർക്കുമ്പോൾ പലതരത്തിലുള്ള വ്യത്യാസം മനസ്സിലാകും. അപ്പൊ അത് ഇന്ത്യൻ ഭാഷകളിലൊക്കെ ഈ പ്രയോഗങ്ങൾ വളരെ സാർവത്രികമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതാണ് ഈ വൈദിക സംസ്കൃതവും ലൗകിക സംസ്കൃതവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നിർത്തട്ടെ. നമസ്കാരം.